ഹലോ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് മനസ്സിലായ ഒരു പ്രാണിയാണ്. അത് പേടിച്ചിരിക്കുക. നമ്മളെന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് പാവം അതിനെ വിട്ടു. ഞങ്ങൾ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചിട്ടേ. ഓക്കെ, ഞങ്ങൾ രാവിലെ 5 മണിയായപ്പോൾ പപ്പയ്ക്ക് ചായ കൊടുക്കാൻ വന്നാണ്. മകൻ കണ്ട ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് രാവിലെ എണീറ്റ് 5 മണിക്ക് നേരത്തെ വന്ന് ചായ കൊടുത്തു. എന്നാന്ന് ചോദിച്ചാൽ അത് അവൻ നടക്കാൻ പോകുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് 5:30 ആകുമ്പോൾ നടക്കാൻ പോകും. അപ്പോൾ നടന്നുകൊണ്ടിരുന്നതാണ് ഞാനെപ്പോഴും. ഇപ്പോൾ കുറച്ചായിട്ട് നടത്തം നിർത്തി. അപ്പം പിന്നെ 5:30 ആകുമ്പോഴേക്ക് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ മകനെ എണീപ്പിച്ച് അവൻ എഴുന്നേറ്റു, പ്രാർത്ഥിച്ചു, കട്ടൻ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ വെള്ളം അടുപ്പത്ത് വെച്ച് കുളി കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ചായ കൊടുക്കാനായിട്ട് എൻ്റെ കൂടെ വന്നേ പപ്പയ്ക്ക്. അങ്ങനെ പപ്പയ്ക്ക് ചായ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ തോട്ടം കൊണ്ട് കുറച്ച് നടക്കാനുള്ളതേ ഉള്ളൂ. കണ്ട എന്താ ഇരുട്ടെന്ന് നോക്ക്. ലൈറ്റിൻ്റെ വെട്ടമാണ് അങ്ങനെ കാണുന്നത്. നല്ല ഇരുട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവനെയും കൂടി ചായ കൊടുത്തൊക്കെ കഴിഞ്ഞു. ചായ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ നോക്കിക്കോ, അവിടുത്തെ അംഗം 2 എണ്ണങ്ങൾ വരും ചാട്ടം. ലോല വിചാരിച്ച് ലോലനെ അഴിച്ചു വിടാനായിരിക്കുന്നേ, പക്ഷേ അഴിച്ചു വിടില്ല എന്ന് പിന്നെയാണ് ലോലയ്ക്ക് മനസ്സിലായത്. ഞങ്ങൾ ചെന്ന് അവരോട് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് എന്നെ ചോദിച്ചാൽ ലോലനെ പപ്പ വെട്ടാൻ പോകുമ്പോൾ കൊണ്ടുപോകണമായിരുന്നു. അവൾ പിന്നെ വേറെ കൂട്ടുകാരെ കാണുമ്പോൾ അവരോട് പോകും. അതുകൊണ്ട് അവളെ പിന്നെ അഴിച്ചു വിടാണ്ടായി. അപ്പോൾ അവർക്കൊരു ഹായ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ബായ് പറഞ്ഞ് ഞങ്ങളങ്ങ് പോന്നു. റൂമിലേക്ക് പുരയ്ക്കകത്ത് കയറി മകളിരുന്ന് പഠിക്കുകയാണ്. രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് പഠിക്കാൻ ഇറങ്ങി. അവൻ പിന്നെ വന്നിട്ട് അവൻ അവിടെയാണ് കിടന്നത്. കിടക്കപ്പായും എടുത്ത് പോകണമുണ്ട്. സെറ്റിയിലാണ് കിടന്നത്. അവൻ്റെ റൂമിൽ ഫാനിന് കാറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുപോയി. പിന്നെ ഇത് ഞാൻ 4:30 എണീറ്റിരുന്നത്. 4:30 എണീറ്റിട്ട് ഞാൻ ഈ മാങ്ങ ഒക്കെ കീറി എടുത്ത് വെച്ചു. നടത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ഭരണിയിലൊക്കെ ആക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒക്കെ എടുത്ത് വെച്ചു. അപ്പോൾ പിന്നെ മകനും അവിടെ ഉറക്കമൊക്കെ കളഞ്ഞു ഇരുന്നു. പിന്നെ നോക്കുക ഞാൻ ഇനി വന്നു, നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇനി അടുത്ത പണിയിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചു. കയ്യും കാലുമൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി കഴിഞ്ഞ് ആ മാങ്ങ എടുത്ത് കൊണ്ടുവന്ന് അതിൽ ഉപ്പ് കല്ലിട്ട് അത് നല്ലോണം നല്ലോണം തിരുമ്മിക്കുന്നത് കണ്ടോ. മാങ്ങ കണ്ടോ, മാങ്ങ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചെനച്ച മാങ്ങ. ഒരു കമ്പൊടിഞ്ഞ് വീണതാണ്. അപ്പോൾ ഞങ്ങളത് പറിച്ച് മാങ്ങ ഒന്നും കളയുകയില്ല, എല്ലാം എന്തെങ്കിലുമൊക്കെ പ്രയോജനിച്ച്. ഒന്നെങ്കിൽ അത് ഇതിനകത്തിട്ട് വെക്കും, അല്ലെങ്കിൽ ഉപ്പിട്ട് ഉണക്കും. അങ്ങനെ ചെയ്ത് ചെനച്ച മാങ്ങ നിങ്ങൾ ഇങ്ങനെ കീറി ഉപ്പിലിട്ട് നോക്ക്, നല്ല ടേസ്റ്റാണ്. ആ പുളി ഉപ്പും മധുരവും കൂടെ ഒരുമിച്ച് വരുമ്പം വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഇതുപോലെ ഉപ്പ് കല്ലിൽ ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഉപ്പ് കല്ലിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചാൽ പിള്ളേർക്ക് എടുത്ത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പിള്ളേർക്ക് നല്ല, നമുക്ക് വലിയവർക്കാണെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇത് എല്ലാ കൊല്ലവും ഇങ്ങനെ മാങ്ങ കിട്ടുമ്പോൾ ഞാനിങ്ങനെ അങ്ങ് എടുത്ത് അടച്ചു വെക്കും. പിന്നെ അച്ചാർ വേറെ ഐറ്റം ഇടും, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമുണ്ട്. ഇതിൻ്റെ കളർ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കൂലേ. ഇതിൻ്റെ കളർ എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടി, അരിപ്പൊടി, റാഗിപ്പൊടി, ഓട്സ് പൊടിച്ചത്, ഇത് 3ഉം കൂടെ ചേർത്തിട്ട് പുട്ടുണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ പറഞ്ഞു മമ്മി അലക്കാൻ പോകാം, മീൻ പിടിക്കണം. മീൻ പിടിക്കാനാണ് അവർ മെയിനായിട്ട്. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ തുണി അലക്കാനും കൊണ്ടുപോകാം, അവർക്ക് മീനും പിടിക്കാം. പിന്നെ എൻ്റെ ചാർലീനെയും കൊണ്ടുപോയി, ചാർലീനെ ഒന്ന് കുളിപ്പിക്കാം. ചാർലിക്ക് കുളിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ ചിലപ്പോൾ അത് ഇഷ്ടമല്ല. അവന് മേലിൽ സോപ്പ് തേക്കുന്ന കൈ കാണിച്ചതാ കാല് കാണിച്ചതെന്ന് പറയുമ്പോൾ കൈയൊക്കെ പൊക്കിയും കാലൊക്കെ പൊക്കി തരും തേക്കാനൊക്കെ. സോപ്പ് തേക്കുന്നത് മാന്തി കഴുകുന്നൊക്കെ ഇഷ്ടമാണ്, പക്ഷേ വെള്ളം ഒഴിക്കുന്ന മാത്രം അവന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവന് ഭയങ്കര മടിയാണ്. എന്താ പിള്ളേരെല്ലാം വന്നേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ മീൻ പിടിക്കണം എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തിലാണ് അവർ വന്നേക്കുന്നത്, അല്ലാതെ വേറെ ഒന്നിനോടുമുള്ള ഇഷ്ടം കൊണ്ടല്ല. ചാർലീനെ അവർക്ക് പേടിയാണ്, അവരതുകൊണ്ട് മാറി നിൽക്കുക. ചാർലിക്കാണെങ്കിൽ വെള്ളത്തിൽ സോപ്പ് തേച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിറക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ അവനും വെള്ളത്തിലിറങ്ങാൻ പേടിയാണ്. വെള്ളത്തിലിറക്കി അധികം കുളിപ്പിച്ചിട്ടില്ല, ഞാൻ വീട്ടിൽ തന്നെ കുളിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവനൊരു പേടി. എന്നാലും ഏറെക്കുറെ ഒതുങ്ങിയൊക്കെ നിന്നു. അതുകൊണ്ടോ ചക്കാണ്ടി കൊണ്ടോ പട്ടിയെ പേടിച്ചിട്ട് ഓടുക. അങ്ങനെ ചാർലീനെ എന്തായാലും കുളിപ്പിച്ച് കയറ്റി. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തോർത്തി. പിന്നെ തോട്ടിൽ നിന്നാൽ അവിടെ പിള്ളേരും പേടിച്ച് നിൽക്കുകയല്ലേ.
കടിക്കൊന്നുമില്ല, അവൻ പാകാം. അപ്പം ഞാൻ പിന്നെ എന്നാൽ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവനെ വീട്ടിൽ കൊണ്ടാക്കി ആക്കി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എല്ലാവരും അതിശയത്തോടെ ഇങ്ങനെ എന്തോ നോക്കണം. എന്താണെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ചെന്നു. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, വെള്ളം കുറച്ചേ ഉള്ളൂ. കനാലിൽ വെള്ളം കുറഞ്ഞത് കൊണ്ട് തോട്ടിലും വെള്ളം കുറവാണ്. ഇത് കണ്ടോ എന്തുവാ സൂത്രന്ന്. ഇതിൻ്റെ അപ്പോൾ ഇതാണ് പാമ്പിൻ്റെ പടം. അത് കണ്ടിട്ട് പിള്ളേരെല്ലാം പേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് പാമ്പാന്നുള്ളത് നമുക്കറിയത്തില്ല. ഇത് ഇനി ചേരയാണോ മൂർഖനാണോ പിന്നെന്തുവാ പാമ്പ്, വേറെ എന്തോ ഒരു പാമ്പുകളൊക്കെ ഉണ്ടല്ലോ. ഏത് പാമ്പാണെന്നും അറിയില്ല, രാജവെമ്പാലയാണോ എന്നൊന്നും അറിയില്ല. എന്താണെങ്കിലും പിള്ളേരെല്ലാം പേടിച്ച് നിൽക്കുകയാണ്. പിള്ളേരെക്കാളും പേടി അവരുടെ അമ്മയ്ക്കാണ്, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ടപ്പോൾ ചെറുമാണ്ട് മസിൽ കാണിക്കുന്നു. ഈ മസിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇതാ അടുത്ത ആൾ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ ഓടി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്തയാണ്. അതാ വേറൊരാൾ കണ്ടോ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അവർക്ക് കുതിരയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് കുറവാണ്, എന്നാലും